നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ആശ്വാസ വാർത്ത. ജീവിത ചെലവ് കുറയ്ക്കാൻ പാടുപെടുന്ന പ്രവാസികൾക്ക് ഒരു സന്തോഷ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഉപഭോക്താക്കൾക്ക് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കുന്ന പുതിയ പദ്ധതിയുമായി ദുബായിലെ റീറ്റെയിൽ ശൃംഖലയായ യൂണിയൻ കോപ്പ് രംഗത്തെത്തിയിരിക്കുകയാണ്. മാർക്കറ്റിലെ തങ്ങളുടെ എതിരാളികൾ ഈടാക്കുന്ന വിലയുമായി തങ്ങളുടെ വില താരതമ്യം ചെയ്യാനും തങ്ങളുടെ വില കൂടുതലാണെങ്കിൽ അധിക വില ഉപഭോക്താക്കൾക്ക് തിരികെ വാങ്ങാനും അവസരം നൽകുന്ന പ്രൈസ് മാച്ച് ചാലഞ്ചുമായാണ് യൂണിയൻ കോപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. തങ്ങളുടെ എല്ലാ ഓഹരി ഉടമകളും ലോയൽറ്റി പ്രോഗ്രാം ഗോൾഡ് കാർഡ് ഉടമകളുമായ എല്ലാ ഉപഭോക്താക്കൾക്കും ചാലഞ്ചിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്നും പദ്ധതി പ്രഖ്യാപിച്ച് യൂണിയൻ കോപ്പ് CEO ഖാലിദ് ഹുമൈദ് ബിൻ ദിബാൻ അൽ ഫലാസി അറിയിച്ചു. അതോടൊപ്പം തന്നെ യൂണിയൻ കോപ്പിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ വില ദുബായ് വിപണിയിൽ യൂണിയൻ കോപ്പിൻ്റെ എതിരാളികളായ മറ്റു സ്റ്റോറുകളിലേതുമായി താരതമ്യം ചെയ്യാൻ ഇതോടെ ഉപഭോക്താക്കൾക്ക് അവസരം കൈവരും. യൂണിയൻ കോപ്പിൻ്റെ വില കൂടുതലാണെങ്കിൽ ആ വില വ്യത്യാസം യൂണിയൻ കോപ്പ് ഉപഭോക്താക്കൾക്ക് തിരികെ നൽകും. നിബന്ധനകൾക്കും യൂണിയൻ കോപ്പിൻ്റെ പരിശോധനകൾക്കും വിധേയമായിട്ടായിരിക്കും ഇത്. യൂണിയൻ കോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിച്ച കാർഡിലേക്കായിരിക്കും അധിക വില തിരികെ നൽകുകയെന്നും അദ്ദേഹം അറിയിച്ചു. ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച വിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിയെന്ന് CEO പറഞ്ഞു. എതിരാളികളുടേതിനേക്കാൾ കൂടിയ വില തിരികെ നൽകുന്ന ഇത്തരമൊരു പദ്ധതി ദുബായിൽ ആദ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കുറഞ്ഞതും മത്സരക്ഷമവുമായ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ നൽകാൻ ചില്ലറ വിപണന രംഗത്തെ മറ്റ് സ്ഥാപനങ്ങളെ കൂടി പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണിത്. മാത്രവുമല്ല, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും വിപണിയെ ഉപഭോക്തൃ സൗഹൃദമാക്കുകയും ചെയ്യുന്നതിലൂടെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നതായും യൂണിയൻ കോപ്പ് CEO പറഞ്ഞു. വിപണിയിൽ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാനും സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താനും സഹായകമാവുന്ന വില നിയന്ത്രണത്തിൻ്റെ പ്രാഥമിക സൂചകങ്ങളായി പദ്ധതി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിൻ്റെ ക്ഷേമമാണ് പ്രൈസ് മാച്ച് ചാലഞ്ചിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അടിസ്ഥാന ആഹാര വസ്തുക്കളും മറ്റ് അവശ്യ സാധനങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കാനും അതുവഴി വിപണിയുടെ സ്ഥിരത ഉറപ്പുവരുത്താനും സാധിക്കും. തങ്ങൾ വിൽക്കുന്ന വില ഏറ്റവും കുറവാണെന്നും അത് വിപണിയിലെ ഏറ്റവും മികച്ച വിലയാണെന്നും ഒരു സ്ഥാപനത്തിനും അവകാശപ്പെടാനാവില്ല. സാധനങ്ങളുടെ വിലകൾ സ്ഥാപനങ്ങൾ തോറും വ്യത്യാസമുണ്ടാവും. എന്നാൽ അവ എത്രയാണെന്ന് കണക്കാക്കപ്പെടുകയും താരതമ്യം ചെയ്യപ്പെടുകയും ആത്യന്തികമായി ഏറ്റവും മികച്ച മൂല്യം കണ്ടെത്തുന്നതിലേക്ക് നയിക്കുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പ്രൈസ് മാച്ച് ചാലഞ്ചിലൂടെ അധിക വില ഉപഭോക്താവിന് തിരികെ കിട്ടണമെങ്കിൽ ചില നിബന്ധനകൾ യൂണിയൻ കോപ്പ് വയ്ക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. സാധനം വാങ്ങി 24 മണിക്കൂറിനുള്ളിൽ വില വ്യത്യാസം ചൂണ്ടിക്കാട്ടി പണം തിരികെ വാങ്ങിക്കാൻ അപേക്ഷ നൽകണം. താരതമ്യം ചെയ്യുന്ന ഉൽപ്പന്നവുമായി ബ്രാൻഡ്, അളവ് അല്ലെങ്കിൽ വലിപ്പം, നിറം, പാക്കേജിംഗ്, നിർമ്മിച്ച രാജ്യം, ബാർകോഡ് എന്നിവ യോജിക്കണം. ഇതിനു പുറമെ താരതമ്യം ചെയ്യുന്ന ഉൽപ്പന്നത്തിൻ്റെ എക്സ്പയറി തീയതി യൂണിയൻ കോപ്പിൽ നിന്ന് വാങ്ങിയ സാധനത്തിൻ്റെനേക്കാൾ കുറഞ്ഞതാവാൻ പാടില്ല. പ്രൊമോഷണൽ ഓഫറുകൾ, മൊത്ത വിൽപ്പന, ക്ലിയറൻസ് സെയിൽ, ഏതാനും സാധനങ്ങൾക്ക് മാത്രം വിലക്കുറവ് നൽകുന്ന എക്സ്പ്രസ് അല്ലെങ്കിൽ ഷോർട്ട് സ്പെഷ്യൽ ഓഫറുകൾ, ഏതെങ്കിലും ഈവൻറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക ഓഫറുകൾ എന്നിവയുടെ ഭാഗമായി കിട്ടുന്ന ഉൽപ്പന്നങ്ങളെ യൂണിയൻ കോപ്പ് ഉൽപ്പന്നങ്ങളുമായി താരതമ്യം ചെയ്യരുത്. പിക്കപ്പ് സർവീസ് അഥവാ ക്ലിക്ക് ആൻഡ് കളക്ട് സേവനം വഴി വാങ്ങുന്ന സാധനങ്ങളും ചാലഞ്ചിൽ ഉൾപ്പെടില്ല. മത്സ്യം, പച്ചക്കറികൾ, പഴങ്ങൾ, മാംസം, പാല് പോലുള്ള ദിവസേനയും ആഴ്ചയിലും വില വ്യത്യാസം വരുന്ന ഫ്രഷ് ഉൽപ്പന്നങ്ങൾക്കും ഇത് ബാധകമാവില്ലെന്നും അദ്ദേഹം അറിയിച്ചു. യൂണിയൻ കോപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വാർത്തകളും പ്രസ്താവനകളും ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാവൂ എന്നും യൂണിയൻ കോപ്പ് CEO ചൂണ്ടിക്കാണിച്ചു. അജ്ഞാതമായ ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും അഭ്യൂഹങ്ങളും വിശ്വസിക്കുകയോ അവ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയോ ചെയ്യരുതെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാജ വിവരങ്ങളും അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കുന്നത് UAE നിയമപ്രകാരം ക്രിമിനൽ കുറ്റമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് അവയുടെ സത്യാവസ്ഥ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട സാമൂഹിക ബോധവും ബാധ്യതയും എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.